നിരീക്ഷകൻ മോഹൻ വർഗീസ് കൂടിയുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിപ്പോൾ ഈ BJP-ക്കെതിരായി വിമർശനം എന്നതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് മോദി ബ്രാൻഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് BJP നേരിട്ടത്. മോദിയുടെ ഗ്യാരണ്ടി എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിലടക്കം BJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകളൊക്കെ അനുസരിച്ച് ആ തരത്തിലുള്ള ഒരു പ്രചാരണത്തോട് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ RSSന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി RSS BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നില്ല എന്ന നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വളരെ കൃത്യമായി മോഹൻ ഭഗവത് വിമർശനവുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. അത് BJP-ക്കെതിരെ ഉള്ള വിമർശനം എന്നതിനപ്പുറത്ത് മോദിക്ക് നേരെയുള്ള വിമർശനമായി വായിച്ചെടുക്കേണ്ടേ? തീർച്ചയായും RSSന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വിമർശനം ഇപ്പോൾ ഉണ്ടാകുന്നത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാര്യമാണ്. എക്കാലത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്നിലെ ഒരു വലിയ ബലം അല്ലെങ്കിൽ നട്ടൽ എന്ന് പറയുന്നത് RSS ആയിരുന്നു. എക്കാലത്തും അങ്ങനെയായിരുന്നു. 1984 തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ, അത് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യം, അവിടെ കോൺഗ്രസ് പാർട്ടിക്കും RSSന്റെ പിൻബലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും RSSന്റെ ഒരു ഖെയ്ഡറിന്റെ വലിയ ഒരു അനുഗ്രഹാശിസ്സുകളോട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ. ഇപ്പോഴത്തെ RSS കുറെ കാലമായി അന്തരീക്ഷത്തിൽ RSS BJP-ക്കുള്ള പല നിരീക്ഷണങ്ങളും വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് BJP-യുടെ അണികൾക്ക് ഖെയ്ഡറിന് സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള ത്രാണിയായി, അതുകൊണ്ട് RSSന്റെ ബാക്കിംഗ് ആവശ്യമില്ല എന്ന് ഇതിന്റെ ഭാഗത്തു നിന്നും RSSന്റെ ഭാഗത്തു നിന്നും BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പരാമർശങ്ങളുണ്ടായിരുന്നു. അവിടെ BJP വിരുദ്ധ പരാമർശം RSS നടത്തിയിട്ടില്ല. ഇപ്പോഴും അത് BJP വിരുദ്ധ പരാമർശം എന്നല്ല ഞാൻ കാണുന്നത്, ഒരു തിരുത്തൽ ശക്തി, ഒരു വിത്തിൻ അല്ലെങ്കിൽ ഒരു ഇപ്പോഴത് കാണാവുന്നത് അത് അതിൽ റൈറ്റ്. താങ്കളുടെ ടെലിഫോൺ കണക്ഷനിൽ ചില സാങ്കേതികമായ തകരാറുകളുണ്ട്, പറയുന്നത് വ്യക്തമാകുന്നില്ല. താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ വലിയ